വെൽക്കം ടു കിൻസി ഫോട്ടോഗ്രാഫി. ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് പ്ലെനിമിലെ മനോഹരമായ കാഴ്ചകൾ കാണിക്കാനാണ്. ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ബ്ലെനിം. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും സമ്പന്നമായ ചരിത്രത്തിനും ലോകപ്രശസ്ത വൈൻ ഇൻഡസ്ട്രിക്കും പ്രത്യേകിച്ച് സോവിഗ്നൻ ബ്ലാങ്ക് വൈനിനും പേരുകേട്ട സ്ഥലമാണ് ബ്ലെനിം. പസഫിക് ഓഷ്യനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ടൗൺ വൈൻ ടേസ്റ്റിംഗിന് പോപ്പുലറാണ്. ന്യൂസിലാൻഡിലെ വൈൻ എക്സ്പോർട്ട് കണക്കുകൾ നോക്കിയാൽ ഏകദേശം 70 മുതൽ 85% വൈൻ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നത് പ്ലെനിം മാൾബ്രോ റീജിയനിൽ നിന്നാണ്. ആയിരത്തി 1850 പ്ലെനിം ടൗൺ സ്ഥാപിക്കപ്പെട്ടത്. ബീവർ എന്നാണ് അന്ന് ഈ സ്ഥലത്തെ അറിയപ്പെട്ടത്. അതിനുള്ള കാരണം മുൻകാല വെള്ളപ്പൊക്കങ്ങളായിരുന്നു. ബീവർ എന്ന ജീവി അതിൻ്റെ വാസസ്ഥലം ഉണ്ടാക്കുന്നത് വെള്ളം കെട്ടി നിർത്തി കൃത്രിമ ഡാമുകൾ നിർമ്മിച്ച് കുളങ്ങൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കത്തിൽ കുളമായി മാറുന്ന ഈ സ്ഥലത്തെ ബീവർ എന്ന് വിളിക്കാം. ബീവറിലെ ജനങ്ങൾ ഈ പേരിലെ കളിയാക്കലിൽ പൊറുതിമുട്ടി പേരുമാറ്റാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിവേദനം നൽകുകയായിരുന്നു. പിന്നീട് 1859 ബ്ലെനിം എന്നാക്കി മാറ്റുകയും ചെയ്തു. ബ്ലെനിം ടൗണിലെ മറ്റൊരു സ്പോട്ടാണ് സെയ്മോർ സ്ക്വയർ ഗാർഡനും അവിടെയുള്ള വേൾഡ് വാർ I മെമ്മോറിയൽ ക്ലോക്ക് ടവറും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മാൾബ്രോ റീജിയനിൽ നിന്നും പോയി കൊല്ലപ്പെട്ട ആൾക്കാരുടെ ഓർമ്മകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രധാന സ്മാരകം. ഇതാണ് പൊള്ളാർഡ് പാർക്ക്. 26 ഹെക്ടറിൽ ഒരു ഗാർഡനും അതിനിടയിലൂടെ ഒഴുകുന്ന അരുവിയും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും ഉൾപ്പെടുന്നു. ഇതിനോടൊപ്പം ഗോൾഫ് കോഴ്സും ഉണ്ട്. പ്ലെനിം സ്ട്രീറ്റിലെ കാഴ്ചകൾ. പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് മിക്ക ഷോപ്പും ക്ലോസ്ഡ് ആണ്. അതിനാൽ ടൗൺ അത്ര ലൈവ്ലി അല്ല. ഏകദേശം 6ഓളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഈ ചെറിയ ടൗണിലുണ്ട്. പിന്നെ തായ്, മെക്സിക്കൻ, ജാപ്പനീസ്, ചൈനീസ്, ടർക്കിഷ് അങ്ങനെ വിവിധ രാജ്യങ്ങളുടെ റെസ്റ്റോറൻറ്റ്സും ഇവിടെയുണ്ട്.
മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ കിരൺ സൈനിങ് ഔട്ട്.